കമൽ സാർ ആദ്യം സംവിധാനം ചെയ്ത മിഴിനീർ പൂവുകൾ പിന്നീട് ഞാനാണ് ഉർവശിക്ക് ഡബ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം 18-19 സിനിമകൾക്ക് ഞാൻ ശബ്ദം നൽകി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സിനിമകൾക്കെല്ലാം തന്നെ ശബ്ദം നൽകാനുള്ളൊരു ഭാഗ്യവും കൂടി എനിക്ക് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. മധുര നൊമ്പരക്കാറ്റ്, ഗസൽ, ഉള്ളടക്കം, അയാൾ കഥ എഴുതുകയാണ്, ഇങ്ങനെ ഒരുപാട് സിനിമ, മഴയെത്തും മുൻപേ, ഇങ്ങനെ മേഘമൽഹ, ഇതെല്ലാം ആസ്വദിച്ച്, അത് വെച്ചാൽ ഒരു സൗഹൃദത്തോടു കൂടിയാണ് ഇതെല്ലാം ഡബ് ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങൾ കുറച്ചെങ്കിലും ഒരു ചെറിയ കുറച്ച് സമയം എടുത്തു, അല്ലെങ്കിൽ അതൃപ്തിയോടുകൂടി എന്നോട് സംസാരിക്കുകയല്ല, ഇതൊക്കെ ശരിയാവുന്നില്ലല്ലോ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞത് അയാൾ കഥ എഴുതുകയാണ് ഡബിങ് സമയത്തായിരുന്നു. ഒരുപാട് 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 സമയമെടുത്തു. അത് ആ കഥാപാത്രത്തിൻ്റെ കുഴപ്പമാണോ, നടിയുടെ കുഴപ്പമാണോ, എൻ്റെ കുഴപ്പമാണോ ഒന്നും അറിഞ്ഞുകൂടാതെ പറഞ്ഞത് തന്നെ വീണ്ടും 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 പറഞ്ഞു. അതൊരു അവരുടെ ഒരു 2 ട്രാൻസ്ഫോർമേഷൻ ആ ക്യാരക്ടറിനുണ്ടല്ലോ. അപ്പം ആ ക്യാരക്ടർ ഒരു പിടികിട്ടായും പിന്നെ ഞാൻ ഡബ് ചെയ്യുമ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് വരുന്നത് ഇങ്ങനെ, അത് എനിക്കിപ്പോഴും സുജാത ഡബിങ് തിയേറ്ററിലായിരുന്നു നമ്മളത് ഡബ് ചെയ്തത്. അവിടെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യ എന്ന് ഞാൻ പറയും. കമൽ സാർ ഒരു വഴിക്ക് ഇറങ്ങിപ്പോൾ ഞാനവിടെ പോയിരുന്ന് കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ആ ഒരു സിനിമ മാത്രമായിരുന്നു ഒരല്പം ഞങ്ങൾ തമ്മിലൊരു എന്തോ ഒരു ശരിയാവുന്നില്ലല്ലോ എന്നുള്ളൊരു ഇത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ മേഘമൽഹാറും ഇതൊക്കെ ചെയ്തത് അല്ലേ. അവിടെയൊക്കെ എത്തുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ മഴയത്ത് മുൻപേ എന്ന് എനിക്ക് മറക്കാൻ പറ്റാത്ത, എനിക്ക് ഇത്രയധികം മനോഹരമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരു അവസരം തന്നൊരു സംവിധായകനും കൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ ഒരുപാട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്നെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടേ അല്ല അദ്ദേഹം എന്നും കാണുന്നത്. ഇപ്പം ഞാൻ എന്തെങ്കിലും വിവാദങ്ങളിൽ പെടുമ്പോഴും ആദ്യം എന്നെ വിളിക്കുന്നത് അദ്ദേഹമായിരിക്കും. അദ്ദേഹം വിളിച്ച് അത് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ, ഞാൻ തെറ്റാണ് ചെയ്തതെങ്കിലും എൻ്റെ ഒപ്പം നിൽക്കും. സാരമില്ല ഭാഗ്യലക്ഷ്മി, അത് ഭാഗ്യലക്ഷ്മിയുടെ ശരിയല്ലേ ഭാഗ്യലക്ഷ്മി ചെയ്യുന്നത്. ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്.